മാവേലി പോയാലോ? വീട്ടിൽ നിന്നിറങ്ങി നോക്കുമ്പം വയലിൽ വെള്ളം. സുഭാഷ്. പിന്നെ നമ്മൾ തെങ്ങിൻ്റെ മേലെയും അതിൻ്റെ മേലെല്ലാം കയറി തെങ്ങിനെല്ലാം റോട്ടുമ്മലെത്തി. റോട്ടിലും വെള്ളം നനയാണ്ട് പോകാനെല്ലാം നോക്കി, പക്ഷേ ഒത്തില്ല ഗൈസ്. നമുക്ക് നനഞ്ഞു. പിന്നെ റോട്ടിൽ കയറി. എൻ്റെ തുറക്കാത്ത കുട ഞാൻ പൂട്ടി കെട്ടി വെച്ചു. മഴ പെയ്യുന്നുണ്ടായിരുന്നു, എന്നാലും പ്രശ്നമില്ല. വേഗം നടന്ന് പാടൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ചാലെത്തി മാവേലിയിലേക്ക് നടന്നു. കുറച്ച് തിരക്കുണ്ടായിരുന്നു, ബട്ട് പ്രശ്നമില്ല. വേഗം ആളെല്ലാം കയറി വന്ന് സാധനമെല്ലാം എടുത്ത് പിന്നെ നമ്മൾ മാസ്റ്റേഴ്സ് പോയി. ആ കാണുന്നതാണ് മാസ്റ്റേഴ്സ് കയറി ഒന്നുമില്ലാണ്ട് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം നടന്ന് ഓരോന്നെല്ലാം വാങ്ങാൻ നോക്കി. പക്ഷെ വാങ്ങിയില്ല. കുറേ അച്ചാറെല്ലാം കാണിച്ചിട്ടുണ്ടേനു, പക്ഷെ അതൊന്നും വാങ്ങിയിട്ടില്ല. പിന്നെ വെറുതെ ഓരോന്നെല്ലാം നോക്കി. അവിടെ വെറുതെ കിടക്കുന്ന ട്രോളിയെല്ലാം വലിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ആക്കി വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം നടന്ന് ഓരോന്നെല്ലാം നോക്കി, ഓരോൻ്റെ പൈസ നോക്കി. പിന്നെ ഐസ്ക്രീമെല്ലാം അങ്ങനെ നല്ല കൊതി വരുന്നുണ്ട്, പക്ഷെ മഴയായിട്ട് വാങ്ങിച്ചു തരില്ല എന്നുള്ളത് ഉറപ്പായിരുന്നു. പിന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര നടന്നു. പിന്നെ സ്റ്റേഷനറി ഐറ്റം കണ്ട് അത് പിന്നെ നമ്മൾ എടുത്ത് നോക്കി, പക്ഷെ ഒന്നും വാങ്ങിയില്ലായിരുന്നു. പിന്നെ ഒരു പെന്ന്, പെൻസിൽ, റബ്ബർ അതെല്ലാം നമ്മൾ പിന്നെ സ്റ്റഡി ആയിട്ട് ബന്ധപ്പെട്ടതെല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം നമ്മൾ പിന്നെ വാങ്ങിയോണ്ട് പിന്നെ വാങ്ങിയിട്ടില്ല. പിന്നെ കടലമുട്ടായി വാങ്ങി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഏച്ചമ്മ ആരോടെല്ലോ വർത്താനം പറഞ്ഞുകൊണ്ട് പിന്നെ ഞാൻ അപ്പുറത്തുള്ള തോട്ടിൽ ഓരോ കഷ്ണം ഇട്ട് കൊടുത്തു. അപ്പം മീനെല്ലാം വന്നിട്ട് ഇങ്ങനെ തിന്നു നോക്കുന്നുണ്ടായിരുന്നു. അത് കാണാൻ നല്ല രസവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെയും ഇട്ട് നോക്കി. എനിക്ക് തിന്നാനൊന്നും കിട്ടിയിട്ടുണ്ടായിട്ടില്ല, കുറച്ചേ തിന്നിട്ടേ ഉള്ളൂ. പിന്നെ നമ്മൾ നടന്ന് പടം കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ലോണം മഴ പെയ്തിട്ടുണ്ടെങ്കിൽ റോഡൊന്നും കാണൂല. കാരണം ഇന്നലെ രാവിലെ മുതൽ ഒരു രാത്രി വരെയുള്ള മഴയിലാണ്, ചെറിയൊരു മഴയിലാണ് ഇത്രയെങ്കിലും കയറിയത്. പിന്നെ നമ്മൾ നേരത്തെ കണ്ട ഒരു വെള്ളം, പിന്നെ അത് ചവിട്ടണമെന്ന് വിചാരിച്ച് ചവിട്ടി. നല്ല വെള്ളമായിരുന്നു, നല്ല പ്യുവർ വാട്ടർ ആയിരുന്നു. പിന്നെ നമ്മൾ വീട്ടിലേക്ക് നടന്ന് അടുത്തേക്ക് നമ്മൾ കുറേ എന്തെല്ലോ കണ്ടടുത്ത് ഞാൻ ആടെയെല്ലാം വെറുതെ ഇങ്ങനെ ഓരോന്നെല്ലാം നോക്കി തെങ്ങിലോട്ട് നടന്ന് വീട്ടിലേക്ക് എത്തി. നോക്കുമ്പം ഒരു വലിയ ഉടുമ്പിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഒച്ചെടുത്ത് വേഗം ഓടിപ്പഞ്ഞ് പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ഗൈസ്.